പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മളിനി കോഡേറ്റ പാർട്ട് 2 ക്ലാസ് റെപ്റ്റേലിയ അതിൽ നമ്മൾ ടൈപ്പ് സ്റ്റഡിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലോട്ടസ് വേഴ്സിക്കുലറിൻ്റെ അതിൽ സ്കെലിറ്റൽ സിസ്റ്റം മെൻഷൻ ചെയ്യുകയാണ്. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് കോഡൽ വെർട്ടിബ്രയാണ്. കോഡൽ വെർട്ടിബ്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെയിൽ റീജിയനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിബ്രയാണ് നമ്മൾ കോഡൽ വെർട്ടിബ്ര എന്ന് വിളിക്കുക. സോ കോഡൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം കണ്ട വെർട്ടിബ്രയിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡോർസൽ ആൻഡ് വെൻട്രൽ സ്പൈന് നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ വൈ ഷേപ്ഡ് സ്പൈനെ നമ്മൾ ഷെവ്രോൺ ബോൺ എന്നാണ് വിളിക്കുക. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് ഇനീഷ്യലി നമുക്ക് നോക്കുകയാണെങ്കിൽ സേക്രൽ വെർട്ടിബ്രയുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് പോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ദ ഫസ്റ്റ് കോഡൽ വെർട്ടിബ്രയിൽ കാണും. പിന്നീട് അങ്ങോട്ട് ടെയിൽ റീജിയനിലേക്ക് പോകും തോറും, ടെയിലിൻ്റെ എൻഡിലേക്ക് പോകും തോറും ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ സ്പൈൻ ഉണ്ടല്ലോ, ഈ ന്യൂറൽ സ്പൈനും അതുപോലെ തന്നെ ഡോർസൽ ആൻഡ് വെൻട്രൽ സ്പൈൻ അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പം ആ സ്പൈനിൻ്റെ ഹൈറ്റും കുറഞ്ഞു വരും. എന്നിട്ട് ടെയിലിൻ്റെ അറ്റത്തേക്ക് എത്തുമ്പോഴേക്ക്, ഏറ്റവും ടിപ്പിലേക്ക് എത്തുമ്പോഴേക്ക് ദ വെർട്ടിബ്ര വിൽ ബി ജസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ എ റോഡ് ലൈക്ക് സ്ട്രക്ചർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രം മാത്രമായിട്ട് അത് മാറ്റപ്പെടും. കാരണം ടെയിൽ റീജിയനിലേക്ക് പോകുന്തോറും എന്താണ്, ഇത് ടേപ്പറിങ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് സ്പൈനൽ പ്രോസസ്സും ട്രാൻസ്വേഴ്സ് പ്രോസസ്സും എല്ലാം റെഡ്യൂസ് ചെയ്യപ്പെട്ട് റോഡ് ലൈക്ക് സെൻട്രം മാത്രമായിട്ട് അത് ഒതുക്കപ്പെടും എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെയാണ്. അപ്പം കോഡൽ വെർട്ടിബ്ര എന്ന് പറയുന്നത് ബിഗിനിങ് ടു എൻഡ് എടുക്കുകയാണെങ്കിൽ സോ വി ക്യാൻ ഫൈൻഡ് ദ ലാർജ് ഡിഫറൻസ്. ഓക്കെ, അതിൻ്റെ ഷേപ്പിലും സ്ട്രക്ചറിലും ഒക്കെ ആയിട്ട് നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ലെറ്റ് us see the characteristic features. So anterior caudal vertebra is similar to, ഞാൻ നേരത്തെ പറഞ്ഞു, it's similar to the sacral vertebra, but ഇതിൻ്റെ പ്രത്യേകത എന്താണ്? It's having a longer centrum ആൻഡ് ന്യൂറൽ സ്പൈൻ. നമുക്ക് ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ അവിടെ കണ്ടില്ലായിരുന്നു. നേരത്തെ ക്രസ്റ്റ് ലൈക്ക് അല്ലേ, ക്രസ്റ്റ് ലൈക്ക് സ്പൈൻ ആയിരുന്നു അവിടെ കണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ലോങ് സ്പൈൻ നമുക്ക് കാണാൻ വേണ്ടി, ന്യൂറൽ സ്പൈന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നൗ സ്ലെൻഡർ ട്രാൻസ്വേഴ്സ് പ്രോസസ് ആണ്. നമ്മൾ നേരത്തെ നല്ല കട്ടിയുള്ള അല്ലേ ട്രാൻസ്വേഴ്സ് പ്രോസസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിന് പകരം സ്ലെൻഡർ ആയിട്ടുള്ള, കമ്പാരിറ്റീവ്ലി സ്ലെൻഡർ ആയിട്ടുള്ള പക്ഷേ പ്രോമിനൻ്റ് ആയിട്ടുള്ള തന്നെ ട്രാൻസ്വേഴ്സ് പ്രോസസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഡിഫറൻസ് ആണ് ഫസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റീരിയർ കോഡൽ വെർട്ടിബ്രയും അതുപോലെ തന്നെ സേക്രൽ വെർട്ടിബ്രയും തമ്മിൽ മാറ്റം. ബാക്കിയൊക്കെ ഒരുപോലെ ആണ്. നൗ പോസ്റ്റീരിയർലി കോഡൽ വെർട്ടിബ്ര ബിക്കം പ്രോഗ്രസീവ്ലി സ്മോളർ. ഓക്കെ, ചെറുതായിട്ട് വരും. ആൻഡ് ഒരു നിയർ പ്രോമിനൻസിലേക്ക് മാത്രമായിട്ട് ഇത് മാറും. അറ്റ് ദ എൻഡ് എന്താ ഞാൻ പറഞ്ഞു, ടെയിൽ റീജിയൻ്റെ എൻഡിലേക്ക് പോകുമ്പോൾ ഹോൾ വെർട്ടിബ്ര വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എ റോഡ് ലൈക്ക് സെൻട്രം ഓൺലി. എല്ലാ സ്പൈനും പ്രോസസ്സും ട്രാൻസ്വേഴ്സ് പ്രോസസ്സും ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് സെൻട്രം മാത്രമായിട്ട് ഒതുക്കപ്പെടും. അറ്റാച്ച്ഡ് ടു ദി സെൻട്രം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് വെൻട്രൽ സ്പൈനും കൂടെ പ്രോമിനൻ്റ് ആണ്. ആ വെൻട്രൽ സ്പൈൻ പോലെ കാണുന്ന ഈ ഒരു ബോൺ വൈ ഷേപ്ഡ് ആയിട്ട് അല്ലേ, ഇത് നോക്കിയാൽ നിങ്ങൾ വൈ ഷേപ്ഡ് ആയിട്ടൊരു സ്ട്രക്ചറാണ്. ഈ വൈ ഷേപ്ഡ് ആയിട്ടുള്ള ബോൺ നമ്മൾ ഷെവറോൺ ബോൺ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ദറ്റ് ഈസ് ആക്ച്വലി ദ റെഡ്യൂസ്ഡ് ഇന്റർസെൻട്രം. റെവല്യൂഷണറി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ദി റെഡ്യൂസ്ഡ് ഇന്റർസെൻട്രം. അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് കോഡൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കുക, കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ബിക്കോസ് യു ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ദ ടോപ്പിക്. പ്രാക്ടിക്കലിനും കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നൗ നമ്മൾ അടുത്ത പോകേണ്ടത് റിബ്സ് ആൻഡ് സ്റ്റേണത്തിലേക്കാണ്. സോ കോഡൽ വെർട്ടിബ്ര ഈസ് ഓവർ. ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഹൗ ദ സേക്രൽ വെർട്ടിബ്ര ആൻഡ് ആൻറ്റീരിയർ കോഡൽ വെർട്ടിബ്ര ഈസ് ഡിഫറൻഷിയേറ്റഡ് എന്നുള്ളത് മനസ്സിലാക്കുക. So that's it. So let us move to the ribs and sternum in the next video. Thank you.